ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഫോമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. സോ മാനുഫാക്ചറിങ്ങിലെ കാസ്റ്റിംഗ് പഠിച്ചു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോമിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഫോമിംഗ് എന്ന് പറയാൻ നേരത്തെ ഒരു ഷേപ്പ് ചേഞ്ചിങ് അല്ലേ. കാസ്റ്റിങ്ങിൽ നമ്മൾ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഫൈ ചെയ്തിട്ട് അച്ചിൽ വെച്ചിട്ടാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നത്. വേറെ ഫോമിങ്ങിൽ അങ്ങനെയല്ല, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഹീറ്റഡ് ആയിട്ടുള്ള വർക്ക് പീസിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് വേണ്ട ഷേപ്പിലേക്ക് മാറ്റുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ജനറലി ഫോമിംഗ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ മെറ്റൽ ഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പറേഷൻസ് അതിൽ വരുന്നുണ്ട്. റോളിങ്, എക്സ്ട്രൂഷൻ, ഫോർജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതിനെ പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യുന്നു. ഹീറ്റഡ് ആയിട്ടുള്ള ബില്ലറ്റിലെ വർക്ക് പീസിനെ പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഈ കൊല്ലന്മാരൊക്കെ അല്ലേ, ഈ വാളിലെ വാക്കത്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകണം. അതിനെ ഹീറ്റ് ചെയ്ത് അടിച്ച് വേണ്ട ഷേപ്പിലേക്ക് കൊണ്ടുവരിക. സോ അതിനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഫോമിംഗ് എന്ന് പറയാം. സോ വേറെ അല്ലേ, മെറ്റീരിയലിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിടത്ത് ഇനീഷ്യലി ഒരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്താ ഒരു പ്ലാസ്റ്റിക്കലി ഡിഫോർമേഷനിലേക്ക് പോകുന്നു. ആ സ്റ്റേറ്റിലാണ് നമുക്ക് എന്ത് ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. സോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, സ്ട്രെസ് ബിയോണ്ട് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് വർക്ക് പീസ് മെറ്റീരിയൽ നമുക്ക് എന്താ വേണം, എന്നാലാണ് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടണം. അപ്പോൾ ഫോമിംഗ് പ്രോസസ്സ് ജനറലി രണ്ട് രീതിയിൽ ചെയ്യാം. കോൾഡ് ഫോമിങ്ങും ഉണ്ട്, അതേപോലെ ഹോട്ട് ഫോമിങ്ങും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒന്ന് കോൾഡ് ഒന്ന് ഹോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അപ്ലൈ ചെയ്യണതിനെ ബേസ് ചെയ്തിരിക്കും എന്തത് കോൾഡ് ആണോ ഹോട്ടാണോ. കോൾഡ് എന്ന് കേൾക്കുമ്പോൾ തണുത്തിട്ടൊന്നല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലാണോ താഴെയാണോ എന്ന് വെച്ചിരിക്കും കോൾഡ് ഫോമിങ്ങും ഹോട്ട് ഫോമിങ്ങും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് പീസ് എടുത്തു, ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന നേരത്ത് ഇതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് പറയും, ഹോട്ട് ഫോമിംഗ് എന്ന് പറയും. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചറിന് ചേഞ്ച് വരുന്ന ടെമ്പറേച്ചറാണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ അതിന് മുകളിലാണ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഇടിച്ച് വേണ്ട ഷേപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഹോട്ട് ഫോമിംഗ് ഇല്ലേ ഹോട്ട് വർക്കിംഗ് എന്ന് പറയാം. ഇനി റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോൾഡ് ഫോമിംഗ് ഇല്ലേ കോൾഡ് വർക്കിംഗ് എന്ന് പറയാം. ക്ലിയർ? സോ അതാണ് ജനറലി ഹോട്ട് ഫോമിങ് കോൾഡ് ഫോമിങ്. അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയാൻ നല്ല സർഫസ് ഫിനിഷ് കിട്ടും. കാരണം ഒരുപാട് ഹീറ്റ് അപ്ലൈ ചെയ്തതുകൊണ്ട് സ്കെയിൽ ഫോർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു ഗ്രെയിൻ ഫ്ലോ ഉണ്ടാവും, പിന്നെ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യാനായിട്ട് എനർജി വേണം. അപ്പോൾ നമുക്ക് കുറച്ച് എനർജി മതി. അപ്പോൾ ഫർണസ് ഫ്യൂൽ ഇലക്ട്രിസിറ്റി കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാം. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ ഫോഴ്സും പവർ അപ്ലൈ ചെയ്യണം അല്ലേ. നമ്മൾ നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫോഴ്സ് ചെയ്ത് തന്നെ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് കൊണ്ടുവരാം. പക്ഷേ കുറച്ച് ഹീറ്റ് ആയതുകൊണ്ട് തന്നെ എന്താ, നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. പിന്നെ അതേപോലെ കോൾഡ് ഫോമിങ്ങിൻ്റെ കേസിൽ വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ ഇനഫ് ആയിരിക്കണം കോൾഡ് വർക്ക് ചെയ്യണമെങ്കിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇനി നമ്മൾ ഹോട്ട് വർക്കിംഗ് നോക്കണമെങ്കിൽ റീക്രിസ്റ്റലൈസേഷന് മുകളിലാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പോലെ തന്നെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കാൻ നേരത്ത് ലോവർ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് ഹൈ ഹീറ്റ് ചെയ്തുകൊണ്ട് ടൂൾ ലൈഫ് കുറവായിരിക്കും, സർഫസ് ഫിനിഷ് കുറവാണ്. അതൊക്കെയാണ് ഹോട്ട് വർക്കിങ്ങിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. ഞാൻ പറഞ്ഞു ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഫോമിംഗ് പ്രോസസ്സ് ഉണ്ട്. ഡീഫോർമേഷൻ ബേസ് ചെയ്തിട്ടും ഷീറ്റ് വർക്ക് ബേസ് ചെയ്തിട്ട്. ഡീഫോർമേഷൻ ബേസ് ചെയ്തിട്ട് റോളിംഗ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ, വയർ ബാർ ഡ്രോയിങ് വരും. ഷീറ്റ് വർക്കിങ്ങിൽ ബെൻഡിങ്ങും കപ്പ് ഡ്രോയിങ്, ഷിയറിങ്, മിസ്ലേനിയസ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസ്. നമ്മൾ ബെൻഡിങ്ങിൽ തന്നെ പല കാര്യങ്ങളുണ്ട്, ഡ്രോയിങ് തന്നെ മൂവിങ് മാൻഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഈ 3 കാര്യങ്ങളുള്ളൂ, റോളിങ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ. ഇത് 3ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. റോളിംഗ് എന്ന് പറയാൻ നേരത്തെ മെറ്റലിനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 റൊട്ടേറ്റിംഗ് റോളേഴ്സിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ കംപ്രസ് ചെയ്യാം. സോ അതിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റോളിംഗ് എന്ന് പറഞ്ഞാൽ. റോളിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് മെറ്റൽ തിക്നെസ് ഈസ് ബീൻ റെഡ്യൂസ് ബിറ്റ്വീൻ 2 റൊട്ടേറ്റിംഗ് റോളേഴ്സ്. സോ ഇത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ റബ്ബർ ഷീറ്റൊക്കെ അല്ലേ റോളറിൻ്റെ ഇടയിൽ കൂടി പാസ് ചെയ്തിട്ട് ആണ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്, ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 2 റൊട്ടേറ്റിംഗ് റോളേഴ്സ് ഉണ്ടാവും. ഇത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇറങ്ങണം. എന്നാലാണല്ലോ ഈ ഒരു വർക്ക് പീസ് നമ്മൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് റോളിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ റോളിംഗ് പ്രോസസ്സ് നമുക്ക് ഹോട്ട് റോളിംഗ് ഉണ്ട്, കോൾഡ് റോളിംഗ് ഉണ്ട്. വ്യത്യാസമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫോമിങ്ങിൻ്റെ കാര്യം തന്നെ. റീക്രിസ്റ്റലൈസേഷൻ്റെ മുകളിലാണെങ്കിൽ ഹോട്ട് റോളിംഗ്, അതിൻ്റെ താഴെയാണെങ്കിൽ കോൾഡ് റോളിംഗ്. അത് ഏത് പ്രോസസ്സാണെങ്കിലും ക്ലിയർ. ഫോമിങ്ങിൻ്റെ അടിയിൽ വരുന്ന റോളിംഗ് ആവട്ടെ, ഫോർജിങ് ആവട്ടെ, എക്സ്ട്രൂഷൻ ആവട്ടെ, ഇതിലെല്ലാത്തിലും ഹോട്ടും കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഗ്രെയിൻ സ്ട്രക്ചർ, ഇവിടെയുള്ള അൺവർക്ക്ഡ് ക്രിസ്റ്റൽസ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഒരു ഇലോങ്ങേറ്റഡ് ക്രിസ്റ്റൽസിലേക്ക് പോകുന്നു. സോ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ,
ഇനി പല ടൈപ്പ് റോളിംഗ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ആപ്ലിക്കേഷൻ. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് എന്താ പല ടൈപ്പ് റോളിങ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇത് നമ്മൾ നോക്കി 2 ഹൈ റോളിംഗ് മില്ലാണ്. അവിടെ 2 റോളേഴ്സേ ഉള്ളൂ. അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള തിക്നെസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ സപ്പോസ് ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ് തിക്നെസ് എന്ന് വെച്ചോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ. ഒരു സിംഗിൾ പാസിൽ 2 സെൻറ്റിമീറ്റർ ആണ് കുറയണതെന്ന് വെച്ചോ. 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആവും. പക്ഷെ നമുക്ക് വേണ്ടത് ഫൈനലി 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ പിന്നെയും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണം അല്ലേ. അപ്പോൾ 8 ഇവിടെ വരും, പിന്നെ പാസ് ചെയ്യുമ്പോൾ എന്ത് വരും, 6ലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള തിക്നെസ്സിലേക്ക് ഇട്ടോളൂ. അപ്പോൾ അവിടെ ടൈം കൂടുതലെടുക്കൂലേ. സോ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലേ, നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഹൈ റോളിംഗ് മില്ല് യൂസ് ചെയ്യാം. ഇവിടെ 3 റോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി ഇതിൽ കൂടെ പാസ് ചെയ്തിട്ട് ഇവിടെ കൂടി എത്തുമ്പോൾ എന്താ, ഒറ്റൊരു സിംഗിൾ പാസിൽ തന്നെ 2 കംപ്രഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ മൂവ് ചെയ്ത് ഇവിടെ 8 വന്ന് തിരിച്ചു വരുമ്പോൾ എന്താ, ഇവിടെ ഒരു റോളർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ ഒരു 6ലേക്ക് എത്താം. സോ പിന്നെ ഈ 6 പോയി കഴിഞ്ഞാൽ എന്താ, ആ ഒരു നമ്പർ ഓഫ് പാസസ് കുറയും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഡിസൈഡ് ആയിട്ടുള്ള തിക്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് 3 ഹൈ റോളിംഗ് മിൽ. ഇനി ഇതിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് 4 ഹൈ മില്ല് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കംപ്രഷൻ ഒന്നുകൂടി കൂടുതലായിരിക്കും. 2 റോളേഴ്സ് 2 ബാക്കപ്പ് ഇല്ല സപ്പോർട്ടിങ് റോളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു സിംഗിൾ പാസിൽ തന്നെ നമുക്ക് എന്താ 2 സെൻറ്റിമീറ്റർ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 4 അല്ലെ സെൻറ്റിമീറ്റർ ഒറ്റ അടിക്കാൻ നമുക്ക് എന്താ പറയാൻ പറ്റും. അപ്പോൾ 10ൽ നിന്ന് എന്താ 6ലേക്ക് പോകും. പിന്നെ ഒരു പാസിൽ തന്നെ എന്താ 2ലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ എന്താണ് ക്ലസ്റ്റർ റോളിംഗ് മിൽസ് വേണ്ട ഒന്നും കൂടി ഒരു ബാക്കപ്പ് റോളേഴ്സ് കൊടുത്തിട്ട്. അപ്പോൾ ഒരു 10ൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ എന്താ ഒരു 2ലേക്കോ ഇല്ലേ 3ലേക്കോ ഡിപ്പെൻഡിങ് ഓൺ ഒറ്റ പാസിൽ തന്നെ കിട്ടാം. ഇല്ലേ ഒരു 4 വെച്ചോ, 10ൽ നിന്ന് ഒരു 4ലേക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. സോ അതിന് വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി തന്നെയാണ് എന്ത് കണ്ടിന്യൂസ് റോളിംഗ് മിൽ. ഒറ്റ പാസിൽ തന്നെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യും, 2 ഹൈ മില്ല് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്നതിന് വരുമായിട്ട് എന്താ ഇവിടെ നിന്ന് 10 ഒരു 8 8 6 6 4 2 കൂടി വെച്ച് എന്താ 2ലേക്ക്. അപ്പോൾ ഒറ്റ പാസിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉണ്ട് പ്ലാനറ്ററി റോളിംഗ് മിൽസ് എന്ന് പറഞ്ഞാൽ കുറേ സ്മോൾ റോളേഴ്സ് ഇതിൻ്റെ കുഞ്ഞു ബോൾസ് ഇതിൻ്റെ മുകളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഒരു ഹൈ കംപ്രഷൻ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇങ്ങനെ മെയിനിൽ കുറേ കുഞ്ഞു റോളേഴ്സ്, അങ്ങനെ പല ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള മെയിൻ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ അടുത്തൊരു ഫോമിങ് ഓപ്പറേഷൻ ആണ് എന്ത് ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലോസ് ഇല്ലേ പ്രഷർ കൊടുത്തിട്ട് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് എത്തുക, അതിനാണ് ഫോർജിങ്. നേരത്തെ പറഞ്ഞ കൊല്ലന്മാർ ചെയ്യുന്ന ഒരു പരിപാടി. സോ വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ എന്താ കംപ്രസ് ചെയ്യുന്നത്, 2 ഡൈക്കിടയിൽ വെച്ച് കംപ്രസ് ചെയ്ത് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റുക. അത് ചിലപ്പോൾ ഹൈഡ്രോളിക് പ്രഷർ ആയിരിക്കും, ഇല്ലേ മാനുവൽ ആയിരിക്കും, ഇല്ലേ ഡ്രോപ്പ് ഹാമേഴ്സ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. അതിനാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് തൊട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബേസിക്കലി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ തന്നെയാണ്. പല ടൈപ്പ് ഫോർജിങ് ഉണ്ട്. ഓപ്പൺ ഡൈ ഫോർജിങ്ങും ഉണ്ട്, ക്ലോസ് ഡൈ ഫോർജിങ്ങും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ഡൈ ഫോർജിങ് നോക്കാം. 2 ഡൈ ഉണ്ട്, മേളിൽ വർക്ക് പീസ് ഇവിടെ വെച്ചിട്ട് മേളിൽ നമ്മൾ എന്താ ഇടിക്കണം. സോ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് നമുക്ക് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമുക്ക് എന്ത് ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ഡൈ എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പ് ബേസ്ഡ് ഓൺ സ്കില്ലാണ് അല്ലേ. നമ്മൾ അടിച്ച് ഷേപ്പ് ആക്കണതാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്കില്ല് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറിന് ഒരു ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് എന്താക്കാൻ പറ്റില്ല. പക്ഷേ വേറെ ക്ലോസ് ഡൈ ഫോർജിങ്ങിൽ നമുക്ക് എന്താ റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പ് അൺസ്കിൽഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ ഡൈയിൽ ആ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈഡ്രോളിക് പ്രസ്സോ ഡ്രോപ്പ് ഹാമേഴ്സോ വെച്ചിട്ട് എന്ത് ചെയ്യും, വരുന്നു സ്ക്വീസ് ചെയ്യുന്നു, ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. എക്സസ് എന്താ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ നേരത്തെ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കില്ലാണ്, പ്യുവർലി സ്കിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് സ്കില്ലാണ്, ടൈം കൂടുതലെടുക്കും, അതിനനുസരിച്ച് ആക്യുറസിക്ക് വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ ക്ലോസ് ഡൈ ഫോർജിങ്സിൽ എന്താണ് ആ ഒരു കേസില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് വെച്ചിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്ന കേസാണ്. ഇതിലും മെഷീൻസൊക്കെ വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ വരുന്ന ഫൈനൽ ഒരു ഓപ്പറേഷൻ ആണെന്ത് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രൂഷൻ എന്ന് പറയുന്നിടത്ത് കൊമേഴ്ഷ്യലി ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. 1930 കൊടുത്തിട്ട് സ്റ്റീൽസൊക്കെ അവർ പൈപ്പ് റോഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്ട്രൂഷൻ വഴിയാണ്. ഇതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ടൂത്ത് പേസ്റ്റ് ബ്രഷിലേക്ക് ചെയ്യുമ്പോൾ എന്താ പ്രഷർ ചെയ്യുമ്പോൾ ആ ഒരു ഓപ്പണിങ് കൂടെ സിലിണ്ടറിക്കലായിട്ടുള്ള പേസ്റ്റ് പുറത്തേക്ക് വരും അല്ലേ. അതെന്ന് പറഞ്ഞ ഒരു എക്സ്ട്രൂഷനാണ്. ഇപ്പോൾ അതൊരു സിലിണ്ടറിക്കൽ ഓപ്പണിങ്ങിന് പകരം ഒരു സ്ക്വയർ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് എന്ത് വരും, സ്ക്വയർ അല്ലേ, ആ ഒരു ഷേപ്പിൽ നമുക്ക് സാധനം പ്രൊഡക്റ്റ് പുറത്തേക്ക് വന്നതിന്. അപ്പോൾ സെയിം തിങ്
ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇതേ ആപ്ലിക്കേഷൻ തന്നെ ഉള്ളിൽ ഹീറ്റർ ആയിട്ടുള്ള വർക്ക് പീസ് വെച്ചിട്ട് പ്രഷർ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ പ്രഷറല്ല, നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് പറ്റും, ആ ഒരു ഷേപ്പിൽ, ആ ഒരു ഡൈയിലുള്ള ഷേപ്പിൽ പ്രൊഡക്റ്റ് വരും. അതിന് നമുക്ക് എന്താ എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡിഫോർമേഷൻ പ്രോസസ്സാണ്. വേർ മെറ്റൽ ഈസ് ഫോഴ്സ്ഡ് ഓർ കംപ്രസ്ഡ് ത്രൂ എ ഡൈ ഹോൾ ടു പ്രൊഡ്യൂസ് ഡിസൈഡ് ക്രോസ് സെക്ഷണൽ സംഭവം. അപ്പോൾ സ്ക്വീസിങ്, ടൂത്ത് പേസ്റ്റ് കാര്യങ്ങൾ, വെറൈറ്റി ഓഫ് ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗ്രെയിൻ സ്ട്രക്ചർ, സ്ട്രെങ്ത് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതായിരിക്കും. സോ എക്സ്ട്രൂഷൻ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കാൻ നേരത്ത് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ ഉണ്ട്. ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് ഹോട്ട്, കോൾഡ്, എക്യുപ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ഫോമിംഗ് പ്രോസസ്സ് എല്ലാത്തിലും ഹോട്ട്, കോൾഡ് എന്ന് പറഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ താഴെ. ഇനി ഇതിൽ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് അത് വെർട്ടിക്കലി പൊസിഷൻഡ് ആണോ, ഹൊറിസോണ്ടലി ആണോ, വെർട്ടിക്കലി ആണോ എന്ന് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് എന്താണ്, ഫോർവേഡ് എക്സ്ട്രൂഷനും ബാക്ക്വേർഡ് എക്സ്ട്രൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ നോക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ കേസ് അല്ലേ. ടൂത്ത് പേസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മളതിലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പ്ലഞ്ചർ മെക്കാനിസം, ഒരു സിറഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ സിറഞ്ചിൽ വെള്ളം കൊണ്ട് നമ്മൾ പുറകിൽ നിന്ന് പുഷ് ചെയ്യുമ്പോൾ വെള്ളം ഫ്രണ്ടിൽ കൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ പുഷ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് എന്ത്, ആ ഒരു പ്രൊഡക്റ്റിലെ വാട്ടർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സിമിലർലി ഈ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റഡ് വർക്ക് പീസ് ആണ്. ഇവിടെ ഒരു റാമിലെ പ്ലഞ്ചർ ഉണ്ട്, നമ്മൾ പ്രഷർ ചെയ്യുന്നു. സോ ഇവിടെ ഒരു സിംഗിൾ ഡൈ ഓപ്പണിംഗ് കൂടെ പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ കൂടെ തന്നെ പ്രൊഡക്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയാം. ക്ലിയർ? സോ എക്സ്ട്രൂഡഡ് മെറ്റീരിയൽ ഫ്ലോസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് റാം മൂവ്മെന്റ്. റാം മൂവ്മെന്റ് അതേ ഡയറക്ഷനിൽ തന്നെ പ്രൊഡക്റ്റ് മൂവ് ചെയ്യും. വേറെ ഇൻഡയറക്റ്റിലെ ബാക്ക്വേർഡ് എക്സ്ട്രൂഷനിൽ പ്ലഞ്ചറിലെ റാമിലൊരു ഹോൾ ഉണ്ട്, ആ ഒരു ഡൈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിലാണ്. അപ്പോൾ കണ്ടെയ്നറിൻ്റെ അകത്ത് ഹീറ്റഡ് ബില്ലറ്റ് ഉണ്ട്, നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ ആ ഓപ്പണിംഗ് കൂടെയാണ് എന്ത്, പ്രൊഡക്റ്റ് എന്താ പുറത്തേക്ക് വരുന്നത്. സോ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത്, പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. സോ ആ ഒരു ടൈപ്പിന് നമുക്ക് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയാം. അപ്പോൾ ഫോർവേഡ് എക്സ്ട്രൂഷൻ്റെ കേസിൽ നമുക്ക് കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, അതേപോലെ പ്രൊഡക്റ്റ് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നെറ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിരിക്കും. വേറെ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ ഫോഴ്സ് ഈ ഡയറക്ഷൻ, പ്രൊഡക്റ്റ് രണ്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ഫോഴ്സ് നമുക്ക് എന്താ, കുറച്ച് കുറവ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷനെ നമ്മൾ ഫോർവേഡ് എന്ന് പറയണം, ഇൻഡയറക്റ്റിന് നമ്മൾ ബാക്ക്വേർഡ് എന്ന് പറയും. അതേപോലെ ഇവിടെ മെറ്റീരിയൽ വേസ്റ്റേജ് കൂടുതലായിരിക്കും, ഇവിടെ മെറ്റീരിയൽ വേസ്റ്റേജ് കുറവാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡയറക്റ്റിൽ ഹൈ ആയിരിക്കും, ഇൻഡയറക്റ്റിൽ കുറവായിരിക്കും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ള കേസാണ് എന്ത്, ഡയറക്റ്റും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ. ക്ലിയർ ആണല്ലോ? സോ അതാണ് എക്സ്ട്രൂഷൻ്റെ കേസ്. സോ അത്രയും ടോപ്പിക്കാണ് നമുക്ക് എന്ത് ഈ ഒരു സെഷനിലുള്ളത്. എന്താണ് ഫോമിംഗ് ഓപ്പറേഷൻ എന്ന് നോക്കി, പല ടൈപ്പ് ഫോമിംഗ് ഓപ്പറേഷൻസ്, റോളിംഗ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ, എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ട് എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒരുപാട് ഉള്ളിലേക്ക് പോകേണ്ട കാര്യമില്ല. സോ വേറെ സെഷനിൽ ഇല്ല മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ.